പറയാൻ ബാക്കി വെച്ചിരുന്നത്. അതൊരു കമേഴ്സ്യൽ പടമായിരുന്നില്ല. അതൊരു അങ്ങനെ ചെറിയ പടം ചെയ്യണ ഉദ്ദേശം തരുന്നത്. അത് ചെറിയ ബഡ്ജറ്റ് പടം ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ തന്നെ, വേറെ ഒന്നുമില്ല. നമ്മൾ ഇത്രയൊക്കെ കുത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഒരു നിരാശ മനസ്സിൽ വരില്ലേ. അപ്പൊ അങ്ങനെ ഒരു വിശ്രമമുള്ള നല്ലൊരു പടം ചെയ്തു. ഒരു നല്ലൊരു പ്രൊഡ്യൂസർ വന്നപ്പോൾ ഒരു പടം ചെയ്തു, അത്രേ ഉള്ളൂ. അതിന്റെ കൺസെപ്റ്റ് എന്തായിരുന്നത്? അത് എന്റെ സബ്ജക്റ്റ് എന്റേതായിരുന്നു, ഒരു പൊളിറ്റിക്കൽ സബ്ജക്റ്റ് ആയിരുന്നു. അത് മക്ബൂൽ സൽമാനും സിദ്ദീഖും അങ്ങനെ കുറച്ച് ആൾക്കാർ, പുതിയ അങ്ങനെയുള്ള ആൾക്കാർ. അതെന്തുകൊണ്ട് ഒരു മെയിൻ താരത്തെ സമീപിച്ചിട്ട് ഒന്ന് അല്ല, അത് ആ ഒരു ബഡ്ജറ്റിൽ നിൽക്കേണ്ട സിനിമയായിരുന്നു. അത് ചെറിയ ബഡ്ജറ്റിൽ നിൽക്കേണ്ട സിനിമയാണ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ സാർ പലപ്പോഴും സെലക്ട് ചെയ്യുന്നത് ഈ ആർട്ടിസ്റ്റുകളായാലും കഥയായാലും കുറച്ചൊരു ബലക്കുറവുണ്ടല്ലേ? ബലക്കുറവ് നമ്മളൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം സബ്ജക്റ്റാണ് നോക്കുക, എന്നിട്ട് അതിലേക്ക് പറ്റിയ ആൾക്കാർ ഇടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ട് ഇതിലേക്ക് വരാമെന്ന് വെച്ചാൽ അവരിട്ടൊരു സിനിമ ചെയ്യാന്നാണ് നമ്മുടെ ഒരു മെത്തേഡ്. പിന്നെ ഈ ഒരു ആർട്ടിസ്റ്റ് വേണ്ടി നമ്മൾ 10 കൊല്ലം ഒക്കെ വെയിറ്റ് ചെയ്യാച്ചാൽ അത് ചിലപ്പോൾ 10 കൊല്ലം നമ്മൾ പടം ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ 10 കൊല്ലം നമ്മളൊരു ആർട്ടിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടേ. ആ ഒരു വെയിറ്റ് ചെയ്യാനുള്ള സാവകാശം നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള അങ്ങനെയുള്ള ഇതിൽ ചെന്ന്. മക്ബൂൽ ആദ്യമേ തന്നെ ഒക്കെ പറഞ്ഞല്ലേ, മക്ബൂലിന് ബ്രേക്ക് കിട്ടും വിചാരിച്ചു. അതെ അതെ അല്ലേ, പുള്ളി വളരെ ഹാപ്പിയായിരുന്നു. ദുൽഖറിനോട് പോലും സാറിന് പറയാൻ ഒരു ദുൽഖർ വന്നിട്ടില്ല. മക്ബൂലാണ് ആദ്യമേ വന്നേക്കുന്നത്. അല്ല, മക്ബൂലിനെ നമ്മളിങ്ങനെ ഓരോരുത്തര ഇങ്ങനെ നോക്കിയപ്പോൾ പിന്നെ മക്ബൂലായിരിക്കും കുറേ കൂടി ബെറ്റർ എന്നുള്ളത് തോന്നിയപ്പോൾ അങ്ങനെ ഇട്ടതാണ്. പിന്നെ നമുക്കധികം ഭാരമുള്ള ആൾക്കാർ പറ്റില്ലായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള ചെറിയ പടമായിരുന്നു, ചെറിയ ബഡ്ജറ്റ്. ആദ്യമേ വിചാരിച്ചു ചെറിയ പടം മതി തന്നെ വിചാരിച്ചു. അത് പ്രൊഡ്യൂസർ പറഞ്ഞു ഇത്രയാണ് ബഡ്ജറ്റിൻ്റെ ഒക്കെ ഉള്ളൂ, അപ്പോൾ അത് ചെയ്തു തന്നെ. അപ്പോൾ അതിന് പറ്റിയ സബ്ജക്റ്റ്, അതിന് സാധനങ്ങൾ. അല്ല, ഞാൻ പിന്നെ മധുവമ്പാട്ട് ക്യാമറ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. അല്ല, സാറിനെ പോലെയുള്ള ഇത്രയും ഒരു കഴിവ് തെളിയിച്ച ഒരു ഡയറക്ടർ ഇങ്ങനെയുള്ള ചെറിയ പടം ചെയ്ത് സാർ പിന്നെ താഴേക്ക് പോകുന്ന ഒരു അവസ്ഥയല്ലേ? കുറച്ചും കൂടെ ഒരു ബലം പിടിച്ച സാറിന് വേണ്ടായിരുന്നോ? വേണമായിരുന്നു. സാർ ഇങ്ങനെ പലപ്പോഴും ഈ കീഴടങ്ങി കൊടുക്കുന്ന എന്തിനാണെന്നുള്ള എൻ്റെ ചോദ്യം. അത് എനിക്ക് തോന്നി എന്താണെന്ന് മനസ്സിലായില്ല. എന്താണെന്ന് നമ്മളൊരു വാശി പുറത്തൊന്നും ചെയ്യാറില്ല, അതുകൊണ്ടായിരിക്കാം വാശി. അല്ല, ഇതും ഒരു കീഴടങ്ങി കൊടുക്കില്ലായിരുന്നു ഈ പറയുന്ന ചെറിയ ബഡ്ജറ്റ് ഞാൻ ചെയ്യാനുള്ള. അല്ല, അത് നമ്മളോരോ ബന്ധങ്ങളാണത്. നമുക്കൊരു പടം ചെയ്തായോ ഇത്ര ബഡ്ജറ്റ് ശരി ചെയ്യാം, അങ്ങനെയൊക്കെ നമ്മൾ പറയും. ബന്ധങ്ങളാണത്. ബന്ധങ്ങളിൽ കൂടെ ഉണ്ടാവുന്ന പ്രൊജക്റ്റുകളാണ് അതൊക്കെ. ബന്ധങ്ങൾക്ക് വേണ്ടി സാർ പ്രാധാന്യം കൊടുത്തു. അല്ല, ബന്ധത്തിൽ കൂടെയാണ് അത് ആ പ്രൊജക്ട് ഉണ്ടായത്. ഒരു ബന്ധത്തിന്റെ പേരിൽ ഉണ്ടായത് പറയാം. പുള്ളി നീലത്താമരന്റെ പടം പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്. ആദ്യത്തെ യൂസഫലി കഴിച്ചെന്നെ വെച്ചിട്ട്. അപ്പോൾ പുള്ളി ഭരതേട്ടൻ എന്തോ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പടം ചെയ്യാൻ. അപ്പോൾ ഭരതേട്ടൻ മരിച്ചിരിക്കണല്ലോ. അപ്പം എന്നാൽ ഭരതന്റെ ഒരാളെ കൊണ്ട് ചെയ്യിക്കാന്ന് അങ്ങനെ പുള്ളി. പക്ഷെ അത് വലിയ ഒരു ജനപ്രീതി ജനപ്രീതി നേടിയില്ല. അത് നേരെ അമൃതയില് വരെ ചെയ്ത് തിയേറ്ററിൽ ഒരു ഓടിയിട്ട് അങ്ങനെ അമൃതയില് അവര് ഇതാക്കിയ ചെയ്തത്. സാറിന് വ്യക്തിപരമായിട്ട് ഗുണം ചെയ്തിട്ടേ ഇല്ല? ഇല്ലല്ല. സാമ്പത്തികമായിട്ട് ഗുണം ചെയ്തോ? ഇല്ല. അങ്ങനെ ചില കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടാണ് സാർ. പല കാലം വിട്ടുവീഴ്ച എന്നിട്ടാണ് ഇങ്ങനെ കുഴപ്പമായത് പോയത്. അപ്പൊ പിന്നെ ചെയ്ത പടമാണ് ആരോ, ജോജി ജോർജ്, ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ. അതെ. അന്ന് ജോജോ ആയിട്ടില്ല, ജോജോ ആവണേ ഉള്ളൂ. അതിന്റെ ഇടയിലാണ് ആ സ്ക്രിപ്റ്റ് ചെയ്ത ഇടയിലാണ് ജോസഫ് പോയിട്ട് അവന് ചെയ്തത്. ഇതിന്റെ സ്ക്രിപ്റ്റ് നടക്കുമ്പോഴോ നമ്മളിതിന്റെ വർക്ക് നടക്കും, ഷൂട്ടിംഗ് അല്ല, സ്ക്രിപ്റ്റ് വർക്ക് നടക്കും. ജോസഫ് ഷൂട്ടിംഗ് നടക്കുക. അതിങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് കയറി പിടിച്ചു. അപ്പൊ ജോജോ സൂപ്പർ സ്റ്റാറായി. അതിന്റെ ഒരു കൺസെപ്റ്റ് എന്തായിരുന്നു സാർ? ആരോ എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് എന്തായിരുന്നു? അതൊരു പൊളിറ്റിക്സ് തന്നെയാണ്. ഒരു അമ്പലത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ഈ സമയത്ത് ഏത് സമയത്തായാലും അത് ആദ്യം താമര എന്ന് പറഞ്ഞു പേരതിൻ്റെ. താമര അത് ഞങ്ങൾ മാറ്റി. ഇപ്പൊ അതിനൊരു പ്രശ്നം വേണ്ട വെച്ചിട്ട് പിന്നെ ആരോ ഒന്ന് ആക്കിയതാണ്. താമര പൊളിറ്റിക്സ് ആയതുകൊണ്ട് താമര എന്നുള്ള പേര് മാറ്റി. അത് താമര എന്നിട്ടാൽ ചിലപ്പോൾ എന്തൊരു പ്രശ്നം വന്നാലോ. ഇപ്പൊ ബീഫ് ബിരിയാണി വെച്ചിട്ട് ഇപ്പൊ ഹലാൽ എന്ന സിനിമയ്ക്ക് പ്രശ്നം വന്നിട്ടില്ല. ബീഫ് ബിരിയാണി അതൊക്കെ സെൻസർ ബോർഡിന്റെ ഒരു കട്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര സിനിമ എങ്ങനെ ചെയ്യും. അപ്പൊ അങ്ങനെ പോലും വേണ്ടെന്ന് വെച്ചിട്ടാണ് പേര് മാറ്റിയത്. ആരോ അതന്നെ, ഹൂ തന്നെ ആരോ. അത് ഈ താമര എന്നൊരു സെൻട്രൽ ക്യാരക്ടർ പെണ്ണായിരുന്നു. ആ പെണ്ണിന്റെ പേരാണ് താമര എന്നുള്ളത്. അതായിരുന്നു നമ്മൾ ടൈറ്റിൽ കാർഡ്. പിന്നെ അങ്ങനെ എല്ലാവരും പറഞ്ഞപ്പോഴേ ഞാനും കരീം പടത്തിന്റെ പേര് താമര വയ്യാവേലി കൊണ്ടുപോകണം. എന്തുകൊണ്ട് ജോജിയിലേക്ക് പോകുന്ന കാര്യം എന്തായിരുന്നു? വേറെ ആർട്ടിസ്റ്റുകളെ സമീപിച്ചില്ലായിരുന്നോ? അല്ല, ജോജു നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ അവനെ ഓക്കെ പറഞ്ഞു. അദ്ദേഹം ജൂനിയർ ആർട്ടിസ്റ്റോടെ അഭിനയിച്ച് വരുന്നതല്ലേ? അല്ല, അന്ന് അവന് മമ്മൂട്ടി പടത്തിലൊക്കെ നല്ല റോൾ ചെയ്തല്ലേ. മമ്മൂട്ടി പടത്തിൽ നല്ല വേഷം ചെയ്തു വരുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെ കയറി വരുന്ന സമയം. ജോസഫ് തുടങ്ങിയിട്ടില്ല എന്ന് മാത്രം. അല്ല, ജോസഫാണല്ലോ പുള്ളിക്ക് ബ്രേക്ക് കൊടുത്തത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അന്നും ഈ പറയുന്ന ഒരുപാട് യുവതരങ്ങളൊക്കെ ഉണ്ട്, അപ്പോഴും സാറ് ശ്രദ്ധിക്കുന്നില്ല? ശ്രദ്ധിക്കാതെ ജോജി അവന് പറ്റിയൊരു നല്ല വേഷം, പോലീസ് ഓഫീസർ വേഷമായിരുന്നു. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അത് സാമ്പത്തികമായിട്ട് അതും ഫ്ലോപ്പായി പോയി.
അതിൻ്റെ ഷൂട്ടിങ്ങിനൊക്കെ ഭയങ്കര പ്രശ്നം വന്നായി. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഭയങ്കര പ്രശ്നം. ഈ തുടങ്ങും നേരത്തെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും മനസ്സിലേക്ക് വരുത്തേയില്ല, സാമ്പത്തിക പ്രശ്നം അല്ല, ആവുമല്ലോ. തുടങ്ങുമ്പോൾ നമുക്കത് അറിയില്ല. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കും, പെട്ടെന്നൊരു ദിവസം നമുക്ക് പറയണ നാളെ ഷൂട്ടിംഗ് നടക്കില്ല, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നത് പിന്നെ നമ്മൾ അപ്പോഴേക്കപ്പോൾ അറിയാം. നമ്മളിപ്പോൾ ഒരാളെ ബാങ്ക് ബാലൻസ് നോക്കിയിട്ട് സിനിമ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അല്ല, തുടക്കത്തിൽ വലിയ ഓഫറൊക്കെ പറയും അല്ലേ, ഇത് വൺ ഹിറ്റാവും മറ്റെന്നൊക്കെ പറഞ്ഞായിരിക്കും സാറിനെ ഇതിലേക്ക് വലിച്ചടയ്ക്കുന്നത്. അങ്ങനെ നമ്മളും കൂടി ബാബാക്കല്ലേ അതൊക്കെ പറഞ്ഞ് കേൾക്കുന്നത്. നമ്മളെ വിദ്യാലയമായിട്ടല്ലേ, നമ്മളെ വിദ്യാർത്ഥി കൊണ്ട് പറ്റുന്നതല്ല അതൊക്കെ. നമ്മളത് വിശ്വസിച്ചിട്ട് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആലോചിച്ചപ്പോൾ സാർ പല കാര്യത്തിനും ഒരു സ്റ്റേണായിട്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ് അല്ലേ. സ്റ്റേണായിട്ട് നിന്നാലും നമ്മൾ ഫ്ലെക്സിബിൾ ആവണം. ചില സിനിമയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. നമ്മളെല്ലാം വാശിപ്പുറത്ത് ഞാൻ ഇന്നേ ചെയ്യുള്ളൂ, എനിക്ക് മദ്രാസിലുള്ള മുല്ലപ്പൂ ഉണ്ടെങ്കിൽ അവിടെ ഷൂട്ടുകളൊന്നും പറയാനൊന്നും പറ്റില്ല. പണ്ടത്തെ പോലെ മദ്രാസിൽ വിൽക്കുന്ന ഒരു ചുവപ്പ് പൂ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ആ അവിടുത്തുള്ള ചുവപ്പായാലും മഞ്ഞായാലും പച്ച ആയാലും ഒരു പൂവ് കൊടുന്നിട്ട് ഷൂട്ട് ചെയ്യും. ആ ഫ്ലെക്സിബിലിറ്റി എപ്പോഴും സിനിമയ്ക്ക് വേണ്ടേ? അല്ല, ഞാൻ ചോദിക്കുന്നത് ജോഷി സാറിൻ്റെ കൂടെ സഹായിയായിട്ടും സുഹൃത്തായിട്ടൊക്കെ പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേണ് സാറ് കണ്ടിട്ടുള്ളതാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ. അദ്ദേഹത്തിൻ്റെ ഒരു പവർഫുള്ളൊക്കെ ഭയങ്കര പവർഫുള്ളാണ്. അപ്പോൾ അത് സാറിലേക്ക് അത് അത് എല്ലാവർക്കും പറ്റുന്നതല്ല. എല്ലാവരും പറ്റുന്നതല്ലത്, എല്ലാവരും പറ്റുന്നുണ്ട്. അത് നമ്മളെന്താ വെച്ചാൽ നമ്മൾ വേറൊരു പ്രശ്നം. ഇപ്പം ഞാൻ ഏഴക്കൂട്ടം ചെയ്ത പോലെ തന്നെ ഏഴക്കൂട്ടത്തിൽ നമ്മളെന്താ മനസ്സിൽ വിചാരിച്ച് എല്ലാം പുതുമുഖങ്ങൾ ശരി, അങ്ങനെ പുതുമുഖങ്ങൾ വെച്ചിട്ടൊന്ന് എന്താ വരുന്നത് നോക്കുക, അങ്ങനെ ഒരു ഇതിലേക്ക് പോയതാണ് എൻ്റെ ഒരു പ്രശ്നം. അവിടെയും അല്ല, അത് എൻ്റെ തന്നെയാണ്, ഞാൻ തന്നെ തീരുമാനം എടുത്ത് പുതിയ ആൾക്കാർ മതിയെന്ന്. വേറെ ആരും പറഞ്ഞൊന്നുമില്ല. പക്ഷെ അതിന് പ്രൊഡ്യൂസർ വില്ലിങ് ആയി എന്നുള്ളതാണ് അവിടെ പ്രശ്നം. അല്ലേ, പ്രൊഡ്യൂസർ പറഞ്ഞു എനിക്ക് ഇന്ന ആൾ വേണമെന്ന് പറഞ്ഞ് ഞാൻ അന്ന് അതിന് നിൽക്കും. അത് തീരുമാനം എടുക്കാൻ പലപ്പോഴും ഒരു അപാകത ഉണ്ടായിരുന്നു. അപാകത എന്ന് പറയില്ല, നമ്മളെപ്പോഴും വിചാരിച്ചു നമ്മൾ കയ്യിൽ ഒതുങ്ങുന്ന ആൾക്കാർ മതി, എന്തിനാ വെറുതെ ഈ ഭയങ്കര തിരക്കുന്നുള്ള ആൾക്കാർ പിന്നാലെ പോകണമെന്നുള്ള തോന്നൽ എപ്പോഴും മുമ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല. ഈ ജോഷി സാറിൻ്റെ ലൊക്കേഷനിലൊക്കെ പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് സ്റ്റൈലും അദ്ദേഹത്തിൻ്റെ ഈ ഇപ്പോഴത്തെ അപ്ഡേഷനൊക്കെ സാറ് ഒരു ഭയങ്കര സ്റ്റൈലല്ലേ പുള്ളിയുടെ. പുള്ളി ഭയങ്കര ഒരു സംഭവമല്ലേ. അത് ഈ കാലഘട്ടത്തിലും സിനിമ എടുക്കാൻ ഒരു തൻ്റെ ഡയറക്ടറല്ലേ. പുള്ളിനെ പോലെ ലെജൻഡായിട്ട് ഡയറക്ടർ ആരും പിന്നെ വേറെ ഉണ്ട് അത്രയും ഇതായിട്ടുള്ള ഇന്നും അന്നും പവർഫുൾ അല്ലേ പുള്ളിയുടെ. ഓരോ കമാൻഡിങ് പവർ ഭയങ്കര അല്ലേ പുള്ളിയുടെ. അത് ഭയങ്കര അത് ഇദ്ദേഹത്തിൻ്റെ എസ് എൻ സ്വാമി, മമ്മൂട്ടി, ജോഷി അതൊരു ഭയങ്കര ശക്തി ഭയങ്കര ടീമല്ലത്. ഇപ്പം ജോഷി സാർ ഇന്നും അന്നൊക്കെ ഒരേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമല്ല. പെരുമാറ്റത്തിലായാലും എന്തിനായാലും ഫോൺ എടുക്കും. വിളിച്ച ഫോൺ എടുക്കുന്ന ഒരാളാണ്. എടുക്കും എടുക്കുന്ന ഒരാളാണ്. ഫോൺ സംസാരിക്കുന്ന ഒരാളാണ് എപ്പോഴും. അപ്പം ഇങ്ങനെയുള്ള ഈ ഞാൻ ചോദിക്കുന്ന ആരോടെ കാര്യമായാലും ഇങ്ങനെയുള്ള സിനിമയൊക്കെ വരുമ്പോഴത്തേക്ക് ജോഷി സാറിനൊക്കെ സംസാരിക്കാറുണ്ടോ? ഇങ്ങനെ സംഭവം ഇല്ല, ആരോടെങ്കിലും ഡിസ്കസ് ചെയ്യാറുണ്ടോ? ഇല്ല, നമ്മളെ കൂട്ടത്തിലുള്ള ഡിസ്കഷനേ ഉള്ളൂ. വേറെ ഈ ആരോഗ്യം കണ്ട ശേഷം ജോഷി സാറൊക്കെ എന്താ പറഞ്ഞ വല്ല കാര്യം ഉണ്ടാകുന്ന ചോദിച്ചോ? പലരും പലതും പറഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ലാത്ത പണിയായെന്ന് പറയാറുണ്ട് പലരും. പിന്നെ ഈ ആരോടുക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട്, പിന്നെ പറയാൻ ഭാഷ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞു. അപ്പം അത് നല്ല പ്രഗത്ഭരാണോ പറഞ്ഞേക്കുന്നത്? എല്ലാം പ്രഗത്ഭർ. എന്തിനാണ് ആവശ്യമില്ലാത്ത നിൽക്കുന്നത് ചോദിച്ചത്.